25 വർഷം മുമ്പ് ഒരാൾ ബൊഗൻവില്ലയോട് ഇഷ്ടം കൊണ്ട് ഒരു നഴ്സറി സ്റ്റാർട്ട് ചെയ്യുന്നു. ഓരോരോ ഐറ്റങ്ങൾ അന്ന് നാടൻ മാത്രമുള്ള സമയത്തും ഓരോ വെറൈറ്റികളും ഓരോ സ്ഥലത്തു നിന്നും കളക്ട് ചെയ്ത് ശേഖരിച്ച് ഇന്നിപ്പോൾ ഒരു വലിയ ഹൈബ്രിഡ് വെറൈറ്റി ബൊഗൻവില്ലകളുടെ ഒരു വലിയ ഹോൾസെയിൽ നഴ്സറി ആയിരിക്കുന്ന ഒരു ആളെ കാണാനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഈ വീഡിയോയിൽ ഒന്ന് രണ്ട് പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ 25 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഈ കുമാർ ചേട്ടൻ ഈ ബോഗൻവില്ലയുടെ വെള്ളം ഒഴിക്കുന്ന രീതികൾ, അതുപോലെ തന്നെ ഗ്രാഫ്റ്റിങ്, എങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്താലാണ് നന്നായിട്ട് നമുക്ക് ചെടി നിൽക്കുക, ഒടിഞ്ഞു പോകാതിരിക്കുന്നത് ഏത് ഗ്രാഫ്റ്റിംഗ് ആണ്, അങ്ങനെ ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ചുള്ള അറിവുകൾ, അതുപോലെ തന്നെ നമ്മുടെ വളപ്രയോഗം, അങ്ങനെ ബൊഗൻവില്ല കർഷകർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഈ 25 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്നും കുമാർ ചേട്ടൻ പറഞ്ഞു തരുന്നുണ്ട്. രണ്ടാമത്തത് ഇപ്പോഴത്തെ അടർണ, അർജുന അങ്ങനെയുള്ള പുതിയ വെറൈറ്റികളെല്ലാം കാണിച്ചു തന്നിട്ട് ഓരോന്നും ID ഉൾപ്പെടെ പറഞ്ഞു തരുന്നതും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വേറൊരു പ്രത്യേകത, ഇവിടത്തേക്കുള്ള ഈ നഴ്സറിയിലേക്കുള്ള തൈകൾ എല്ലാം തന്നെ ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെ തന്നെയാണ്. അത് ചെടി കമ്പ് നട്ടും അതുപോലെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്തും ലെയർ ചെയ്തും എല്ലാം പല രീതിയിൽ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതായതുകൊണ്ട് തന്നെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായതുകൊണ്ട് ഇപ്പം ഇവിടെ ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലത്ത് ഉണ്ടെങ്കിലും ഇതൊന്നും ഈ ഒരു മഴക്കാലത്ത് ഷീറ്റിലോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഇങ്ങനെ മഴ നനയാതെ വെക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നല്ല പ്രതിരോധ ശക്തിയുള്ള ചെടികളാണ്. അതായത് മഴയത്തൊന്നും ഒരുവിധം ഹൈബ്രിഡ് നഴ്സറികളിലെല്ലാം തന്നെ അവരത് മഴ നനയാതെയാണ് വെക്കുന്നത്. ഇവിടെയെല്ലാം അവർ മഴ നനയുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നല്ല രീതിയിൽ പ്രതിരോധ ശക്തിയുള്ള തൈകൾ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നു. പുറമേ നിന്ന് വരുന്ന ചെടികളെല്ലാം തന്നെയും കളിമണ്ണിലായിരിക്കും അവർ നിറച്ചിട്ടുണ്ടാവുക. ഈ കളിമണ്ണെന്ന് പറയുമ്പോഴത്തേനും അതിൻ്റെ ദൂഷ്യവശങ്ങൾ എങ്ങനെയാണ്, എന്തെല്ലാമാണെന്നുള്ളതും ഈ വീഡിയോയിൽ കുമാർ ചേട്ടൻ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ വേറൊരു പ്രത്യേക കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, ഈ അതുൽ നഴ്സറി എന്നുള്ളത് ഈ 25 വർഷം പഴക്കമായി ഈ നഴ്സറിക്ക് പോരുന്ന വഴിയിൽ തന്നെ, ഈ നെട്ടിശ്ശേരിയിൽ നിന്ന് ഈ നഴ്സറിയിലേക്ക് പോരുന്ന വഴിയിൽ തന്നെ വേറെ കുറച്ച് നഴ്സറികളുണ്ട്. അപ്പം അവർ ഒക്കെ ഈ അതുൽ നഴ്സറി ആണെന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ സെയിൽ നടത്തുന്നത്. അപ്പോൾ നമുക്കത് കൺഫ്യൂഷൻ മാറ്റാനായിട്ട് ഞാൻ ഈ വീഡിയോയിലെ അവസാനം മെയിൻ റോഡിൽ നിന്ന് തിരിഞ്ഞ് ഈ നഴ്സറിയിൽ എത്തുന്നോടം വരെയുള്ള ആ ഒരു ബൈക്കിൽ പോകുന്ന വീഡിയോയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് വീഡിയോയുടെ ഏറ്റവും അവസാനമാണ്. എൻ്റെ പേര് കുമാർ. ഓക്കെ, ഇത് അതുൽ നഴ്സറി, നെട്ടിശ്ശേരി. ഓക്കെ, അത് അടിച്ച സംഗതി ശരിക്കും യൂട്യൂബിലും കിട്ടും. ഓക്കെ ചേട്ടാ, 25 വർഷമായ ചേട്ടൻ ഈ ബോഗൻവില്ല, അതായത് പൂക്കളോടൊപ്പം ജീവിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു ബോഗൻവില്ല മാത്രം ഒരു ഫീൽഡിലേക്ക്? അന്ന് ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വേലിൻ്റെ സൈഡിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ബോഗൻവില്ല, പറമ്പിന് അതിര് കുത്താനും. അല്ലാതെ അന്നൊരു 25 വർഷം മുമ്പ് ബോഗൻവില്ല ഒരിക്കലും നല്ലൊരു ചെടിയായിട്ട് ആരും കണ്ടിട്ടുണ്ടാവില്ല. അന്ന് ഇത് ഇത്രയും കാലത്തിന് മുമ്പേ ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് ഉണ്ടാകാനായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യമുണ്ടോ? പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലേ. ഇത് നമ്മൾ നഴ്സറി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ബോഗൻവില്ല തുടങ്ങി, പിന്നെ സീസൺ ഫ്ലവറും തുടങ്ങി, കുറേശ്ശെ തുടങ്ങി. അത് തുടങ്ങിയ കണ്ടിട്ട് ഇത് നോക്കിയപ്പോൾ ബോഗൻവില്ലമ്മക്ക് സീസൺ ഫ്ലവറിന് വെച്ചാൽ ഭാഗ്യപരീക്ഷണം പോലെയാ. വിത്ത് വാങ്ങിച്ചിട്ട് ചിലപ്പോൾ വിത്ത് മുളയ്ക്കാണ്ട് വരുന്നു, ബോഗൻവില്ല കുത്തിയിട്ട് കിട്ടുന്നു. അപ്പം നമ്മളതുമ്പോൾ നോക്കണു. പിന്നെ നമുക്ക് ജീവിക്കണല്ലോ. അല്ല, അന്നിങ്ങനെ വെറൈറ്റി ഒന്നും ഉണ്ടാവില്ല, അന്നൊരു നാടൻ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ ആ കാലത്ത്. അല്ല, അന്ന് ഞാൻ വെട്ടാൻ പോയി അടങ്ങുമ്പോൾ നാടനും കിട്ടണമെന്ന് വെറൈറ്റികൾ കിട്ടണം. അന്നോട്ട് ഞാൻ സ്വരൂപിച്ച് വെറൈറ്റികൾ മാറ്റി വെച്ച് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയതാണ്. അപ്പൊ ഇവിടെ എല്ലായിടത്തും നാടൻ വെറൈറ്റി മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. വെറൈറ്റി ആരേലും ഇല്ല. വെറൈറ്റി ഞാനാ സ്റ്റാർട്ടിങ് ഒതുക്കി വെച്ച് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഇത്ര വെറൈറ്റി കയറി വന്നത്. അല്ലാണ്ട് വേറെട്ടല്ല, അന്നോട്ട് വെറൈറ്റികൾ മാറ്റാൻ തുടങ്ങി ഞാൻ. കളക്ഷനായിട്ട് മാറ്റി. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് നഴ്സറി നിൽക്കുന്നത്. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ നിന്ന് മണ്ണുത്തി എന്ന് പറഞ്ഞ സ്ഥലം, മണ്ണുത്തി നിന്ന് ഉള്ളിലേക്ക് നെട്ടിശ്ശേരി. തൃശ്ശൂർ കൂടി വരാന്ന് വെച്ചാൽ മ്യൂസിയം വഴി വരാന്ന് വെച്ചാൽ മ്യൂസിയം, നെല്ലാങ്കര മൊക്കാട്ടിലെ കൂടി വരാന്ന് വെച്ചാൽ മണ്ണുത്തി എത്തനേക്കാളും 30 ഈ നഴ്സറി. അപ്പോൾ ഓൾത് ഉള്ളിലാണ് നഴ്സറി. ഇങ്ങോട്ട് വരുമ്പോൾ 2 സൈഡിൽ വൈറ്റ് ബോഗൻവില്ലകൾ, വലിയ ബോഗൻവില്ലകൾ വൈറ്റോള് നിൽക്കുന്നുണ്ടാവും. അതാണ് നഴ്സറി ഭാഗം. ഇത് മണ്ണിട്ട വഴിക്ക് കിടക്കണം. ഇവിടെ ഹോൾസെയിലും ഉണ്ട്, റീറ്റെയിലും ഉണ്ട്. ഇന്ന ആൾക്ക് ഇന്നത് കൊടുക്കുള്ളൂ നിങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല. ആര് കാശ് തന്നെ അവർക്ക് ചെടി കൊടുക്കാന്നുള്ള മാത്രം നമ്മുടെ തിയറിയുള്ളൂ. ആര് പൈസ തന്നെ അവർക്ക് ചെടി കൊടുക്കണോ, അത്രേ ഉള്ളൂ. നമ്മൾ പറഞ്ഞാലേക്ക് അവർ ചെടി കാണിച്ചാൽ നമുക്ക് കൊടുക്കാൻ തയ്യാറുള്ളൂ. അവരവിടെ എത്ര കിട്ടണ്ട്, ഇവിടെ എത്ര കിട്ടാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളടുത്ത വില നമ്മളല്ലേ കഷ്ടപ്പെടുന്നു മൊത്തം. ഇത് കണ്ടില്ലേ, ഇതിന് നന കുറവാ ചെടിക്ക്. നനയ്ക്കാണ്ടിരുന്ന പൂവ് ഇല ഉണ്ടാവില്ല, പൂവ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആൾക്കാർ വാടി നിൽക്കുന്ന ചെടി കണ്ട ചെടി വാടണം, എന്നാലേ പൂ കൂടുള്ളൂ. അത് ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല്ല. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇല കൂടും, പൂ ഉണ്ടാവില്ല. വെള്ളം വേണം
വാടിയിട്ട് വേണം പൂവാകാനായിട്ട്. വാടിയിട്ട് വേണം പൂവ് ഉണ്ടാവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ആ, ആ. വാടി കഴിഞ്ഞ് പൂ കൂടും. ഓക്കെ. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ബോഗൻവില്ലിനെ സംബന്ധിച്ച്. ഇത് ഗോൾഡൻ സൺഷൈൻ എന്ന് പറയും. ഏകദേശം ഒരു ചിത്ര വിഭാഗത്തിൽ പെട്ട ഐറ്റാണ്. പക്ഷെ ചിത്രനകൾ നന്നായിട്ട് ഫ്ലവർ ഇടും. നല്ല ഭംഗിയുണ്ട് അല്ലേ? ആ, അതും കളർ ചേഞ്ച് വരുന്നോണ്ട്. ആ, അത് ഈ പറഞ്ഞ പോലെ മൾട്ടി കളറാണ്, പല ഷെയ്ഡും ഉണ്ട്. ഇത് മഹാറാണി ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ്. ഇതിൽ പറഞ്ഞ പോലെ ഒരു 3 കളറ് 4 കളറൊക്കെ ആയിട്ടാണ് ഫ്ലവർ ഇടുക. വെള്ള, പിങ്ക്, ഓറഞ്ച്, ചില സമയത്ത് യെല്ലോ ടോണ് പോലെ വരും. അതെല്ലേ? മുട്ടിലൊക്കെ യെല്ലോ ടോണ് വരും. വിരിയുമ്പോഴേ വെള്ളയല്ല അല്ലേ? അത് ചില സമയത്ത് വെള്ള വരും. അങ്ങനെ കൃത്യമായിട്ട് അങ്ങനെ പാറ്റേൺ ഒന്നുമില്ല. അതതിന് തോന്നിയ രീതിയിൽ ഫ്ലവർ ഇടുള്ളൂ. അടർണ നമ്മുടെ ഗ്രാഫ്റ്റഡ് ചെടി തന്നെയാണ്. ഇതും മഹാറാണിയുടെ ഏകദേശം ഒരു മോഡല്. വൈറ്റ് ഉണ്ടാവില്ല, പിങ്ക്, ഈ യെല്ലോ, ഓറഞ്ച്, ആ ടോണിന്റെ ഒരു മൾട്ടി കളർ ആയിട്ട് വരും. അതും ഈ പറഞ്ഞ പോലെ തന്നെ അതിനിഷ്ടമുള്ള രീതിയിലാണ്. അങ്ങനെ പാറ്റേണും കാര്യങ്ങളൊന്നും ഇല്ല. ചിലപ്പോ മഞ്ഞ മാത്രമായിരിക്കും, ചിലപ്പോ ഓറഞ്ച് മാത്രമായിരിക്കും. ആ, ചിലപ്പോ സ്ട്രൈപ്സ് ആയിരിക്കും. അപ്പൊ അതില് സ്ട്രൈപ്സ് ഉണ്ട്, ചെറിയ കുത്തു പോലെ അല്ലേ? ആ, വര വര പോലെ ഉണ്ട്. അതാവുമ്പോ കുറച്ചുകൂടെ ഭംഗിയായില്ലേ? ആ, അതായത് അത് അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന ടൈപ്പിൽ ഇടുന്ന ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഭാഗ്യം പോലെ ഇരിക്കില്ലേ? അതൊക്കെ അതിന്റെ രീതിയിൽ തന്നെ ഇടുള്ളൂ. ഇച്ചിരി ഡിമാൻഡ് ഉണ്ടല്ലേ ഇപ്പം? അതാണ് ഇപ്പൊ ഇതിനൊക്കെ നന്നായിട്ട് ഫ്ലവർ ഇടുന്നോണ്ട് നല്ല ഫ്ലവറുള്ള ചെടിക്ക് ഡിമാൻഡ് കൂടും. ഇത് വാട്ടർ മെലൺ ഗ്രിസ് എന്ന് പറയും. കുനുകുനാന്ന് പറഞ്ഞ് നിറച്ച് പൂവിടും ചെയ്യും. ഏകദേശം പൂവ് മെച്ചൂറാണ് സമയത്ത് ശരിക്കും വാട്ടർ മെലൺ മുഴിക്കുമ്പോൾ അതിന്റെ ഉൾഭാഗം പോലെ വാട്ടർ മെലൺ കിസ് അല്ലേ? ചെറിയ ചെറിയ പൂക്കളാ അതോ ഇതിൽ വലുതാവും? ഇത്രയും കൂടി വലുതാവും. അതല്ലേ? ഇത് കുനുകുനാന്ന് പറഞ്ഞ കുറെ പൂക്കൾ. ഇത് പുതിയ വെറൈറ്റി അല്ലേ? ആ, ഇത് കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയിട്ടുള്ള വെറൈറ്റിയാണ്. ഇതിന്റെ തൈകൾ നമുക്ക് ചെറിയ തൈകളും കൊടുക്കാനുണ്ട് അല്ലേ? ചെറിയത് ചട്ടിയിലേ ഉണ്ടാവുള്ളൂ. അതല്ലേ? അതായത് കവർ സൈസ് നമുക്ക് കവർ സൈസിൽ ഉണ്ടാവില്ല, ചട്ടിയിലാണ് വരുന്നത് അല്ലേ? ഇത് റെയിൻബോ ഓറഞ്ച് എന്ന് പറയുന്ന ഫ്ലവർ ചെടിയാണ്. ഇതും ഗ്രാഫ്റ്റ് ആണ്. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എലവെരിഗേഷനും ഉണ്ട്, ഫ്ലവർ വേറെ ടൈപ്പാണ്. ഫസ്റ്റ് ഒരു മുട്ട് ഓറഞ്ച് ഷെയ്ഡും പിന്നെ ഈ പിങ്ക് ഷെയ്ഡും വരും. വിരിയുമ്പം ഓറഞ്ച് ഷെയ്ഡാണ് അല്ലേ? ആ, മുട്ടാകുമ്പോൾ ഓറഞ്ച് ഷെയ്ഡ്, വിരിയുമ്പോൾ പിങ്ക് ഷെയ്ഡ്. ഇത് ഇലയ്ക്ക് വെരിഗേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഫ്ലവർ ഇല്ലെങ്കിലും ചെടി അട്രാക്ഷനാണ്. പിന്നെ ചെറിയ കുനുകുന പൂവായതുകൊണ്ട് നല്ല ഒന്നും കൂടി ഭംഗി കൂടും. ഗോൾഡൻ സമ്മർ വൈറ്റ് എന്ന് പറയും. ഏകദേശം ഒരു ഹവായ് വൈറ്റ് ടച്ചാണ്, പക്ഷെ ഇലയ്ക്കൊരു മഞ്ഞ ഷെയ്ഡ്, മഞ്ഞ വെരിഗേഷൻ ആണല്ലേ? ഇത് പിന്നെ ഇലയ്ക്ക് വെരിഗേഷൻ ഉള്ളതുകൊണ്ടും വൈറ്റ് ഫ്ലവർ വൈറ്റ് ആയതുകൊണ്ടും ഒന്നുകൂടി അട്രാക്ഷൻ കൂടും. കൂടുതൽ പൂവൊക്കെ വിരിഞ്ഞ് നല്ല ബുഷായിട്ട് നിന്ന് കഴിഞ്ഞാൽ അടിപൊളിയാണ്. 1.5 ലുക്കായിരിക്കും. നല്ലൊരു ചട്ടിയിലങ്ങ് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി. ഇത് ആൾക്കാർ കണ്ട് വണ്ടടിക്കുന്ന ഒരു ചെടിയാണ്. നമ്മുടെ മിസ് വേൾഡ് എന്ന് പറയും. ആൾക്കങ്ങനെ ഇന്ന സ്റ്റൈൽ എന്നൊന്നുമില്ല. പിങ്ക് വരും, വൈറ്റ് വരും, പല ഷെയ്ഡിൽ വരും. ഇതെല്ലാം ഒരേ ചെടി തന്നെ അല്ലേ? അതിൽ 2 ചെടി ഉണ്ട്. ഇപ്പൊ കാണുമ്പോൾ അറിയാൻ പറ്റും, പല പൂക്കളുമേയും ഷെയ്ഡ് പല ടൈപ്പാണ്. ആണ് അതിന്റെ പ്രത്യേകത. ഇന്ന ടൈപ്പ് അല്ലാത്തതുകൊണ്ട് ഒരു കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇത് എത്ര വർഷമായിട്ടുണ്ടാവും നമുക്ക് ഈ പ്ലാന്റ് ഇവിടെ? അത് ഓർമ്മയില്ല. അതല്ലേ? നേരത്തെ ഉള്ളതല്ലേ? നേരത്തെ അത് ഇരിക്കുന്നത് ചട്ടിയിലാണ്. വേരൊക്കെ താഴെ ഇറങ്ങി അത് അതിൻ്റെതായ സ്ഥലം കണ്ടുപിടിച്ച് അവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇതാണ് അർജുന. ഏകദേശം അർജുനും അർജുന സമയത്താണ് ഇറങ്ങിയേക്കണത്. ഇതിൽ കുറച്ചുകൂടി സ്ട്രൈപ്സ് മോഡലാണ് വരിക. 2 കളറ് 3 കളറ് എന്നുള്ള രീതിയിലാണ് ഫ്ലവർ ഇടുക. സംഗതി ഒരു വെറൈറ്റിയാണ്. ചില സമയത്ത് ഫ്ലവർ കാണുമ്പോൾ നമ്മൾ ചുരുണ്ടിരിക്കുന്നതാണെന്ന് തോന്നും, ഒരു പ്രശ്നമുള്ള പോലെ തോന്നും. അതായത് മുട്ട് നോക്കി കഴിഞ്ഞാൽ കാണാം എന്തോ ഒരു അപാകത. പക്ഷെ അത് അതിന്റെ സ്റ്റൈലാണ്, അത് അങ്ങനെയാണ് ഉണ്ടാവുക. പക്ഷെ പൂ വിരിഞ്ഞു കഴിയുമ്പോഴത്തേനും ആ ഒരു പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നല്ല അടിപൊളിയായി. പിന്നെ അതിന്റെ എതള് വരുമ്പോഴും എതളിന് എന്തോ ഒരു അപാകതയുള്ള പോലെ തന്നെയാണ്, ചുരുട്ട പോലെ തന്നെയാണ് വരിക. അത് അതിന്റെ സ്റ്റൈലാണ്, അത് അങ്ങനെ തന്നെയാണ്. പക്ഷെ പൂ വിരിഞ്ഞു കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ട് മാറും. അതിലൊരു ഡോട്ടൊക്കെ വരുന്നുണ്ടല്ലേ? ഫ്ലൈ ഫാമിലിയിൽ വരുന്ന ഒരു പർപ്പിൾ ടോണുള്ള ഇതാണ്. ബോഗൻവില്ല തന്നെയാണ്, വേറെ ചെടിയൊന്നുമല്ല. ഇത് പർപ്പിൾ കളറ്, ഏകദേശം മറ്റേ ബട്ടർഫ്ലൈ, ചിലവര് സ്പൈഡർ എന്ന് പറയും. ഫ്ലവർ ഇങ്ങനെയാണ് നീളത്തിലാണ് ഉണ്ടാവുക. അതിൽ ഏകദേശം നീളം പിടിച്ചൊരു സംഭവമാണ്. ഇതിന്റെ പേര് സക്കുറ ബെല്ലാക്ക എന്ന് പറയും. ഇതും എലവെരിഗേഷനും ഉള്ള സാധനമാണ്. പക്ഷെ ഫ്ലവറിങ് ഭയങ്കരമായിട്ട്
കുനുകുനാന്ന് പറഞ്ഞ ഫ്ലവർ ഇടുന്ന ടൈപ്പാണ്. ഇത് കുറച്ച് മറ്റേ ഹാങ്ങിങ്ങിലും പറ്റും തോന്നുന്നു. ഹാങ്ങിങ്ങിലും പറ്റും. കുറച്ചുകൂടെ ഒന്ന് ഇങ്ങനെ താഴേക്കൊക്കെ ബുഷി ടൈപ്പാണ്. അതെ അതെ അതെ. ഹാങ് ചെയ്താലും അടിപൊളിയാണ്. അടിപൊളിയാണ്, വെറുതെ വെച്ചാലും അടിപൊളിയാണ്. വലുതാവണനുസരിച്ച് ഭംഗി കൂടി വെരിഗേഷനും കൂടെ വരുമ്പോഴത്തേനും നല്ല അടിപൊളിയാണ്. ഇത് ഏകദേശം കളർ കോൺട്രാസ്റ്റ്, നല്ല കോൺട്രാസ്റ്റ് ആയതുകൊണ്ട് ഒന്നുകൂടി ലുക്ക് കൂടും. ഇതിന്റെ പേര് ഫോക്സ് ടെയിൽ യെല്ലോ എന്ന് പറയും. നാടൻ യെല്ലോ പോലെ അല്ല ഇത്. നന്നായിട്ട് ഫ്ലവർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലയുടെ ഉള്ളില്, ആ ചില്ലയുടെ ഉള്ളില് എങ്ങനെയാണോ ഇലയുള്ള അതിന്റെ ഒപ്പത്തിന് തന്നെ കട്ടക്ക് ഫ്ലവർ ഇടും. ഇതിപ്പോ വിരിഞ്ഞു വരുമ്പോ ഒരു ഡാർക്ക് യെല്ലോ, കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ലൈറ്റ് ആവും. നല്ലൊരു ക്രീം കളറാവും. എന്താ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചില്ല ഫുള്ള് ഫ്ലവർ നിറയും. അതാണ് ഇതിന്റെ പ്രത്യേകത. നന്നായിട്ട് ഫ്ലവർ ഇടും. ഇതിന്റെ പേര് ഓറഞ്ച് സെപ്റ്റംബർ എന്ന് പറയും. ഇത് അധികം നാളൊന്നായിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഇത് ഈ ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡ്, ഒരു മഞ്ഞ, കുറച്ച് വൈറ്റ് ക്രീം, അങ്ങനത്തെ ഒരു ടച്ചിലാണ് വരുന്നത്. ഇലക്ക് മഞ്ഞ കളർ ഉള്ളതുകൊണ്ടും നല്ല ലുക്കാണ്. പൂവും ഒരു അടിപൊളി ഒരു വെറൈറ്റി ഫ്ലവർ ആണ്. ഓറഞ്ച് സെപ്റ്റംബർ അല്ലേ? ഇതിന്റെ തന്നെ വേറൊരു റെഡ് സെപ്റ്റംബർ എന്നും പറഞ്ഞുണ്ട്. വയലറ്റും ഉണ്ട്. പിന്നെ വയലറ്റും ഉണ്ട്. വയലറ്റിന് ഇലയിൽ വെരിഗേഷൻ ഉണ്ടാവില്ല, ഫ്ലവർ ആണ് വ്യത്യാസം. ആൾക്കാർ വന്നതിനെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചെടിയാണ് സൺറൈസ് വൈറ്റ് എന്ന് പറയും. നാടൻ വൈറ്റിനേക്കാളും ഫ്ലവർ ചെറുതാണ്, ഇല ചെറുതാണ്, ഫ്ലവർ നന്നായിട്ട് ഫ്ലവർ ഇടും. കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗി തരുന്ന ഒരു ഫ്ലവർ ആണിത്. പിന്നെ ആ പച്ചയും ഒരു കോൺട്രാസ്റ്റ് കളർ ആയതുകൊണ്ട് ഒന്നും കൂടി ബ്യൂട്ടി. ഒരു ചുവന്ന ചട്ടിയിലേക്കും കൂടി അത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായി. ഇവിടുത്തെ ഇവിടെ ഉള്ള ചെടികൾ ഒരു എണ്ണം പുറത്തുനിന്ന് വരുന്നില്ല, ഒക്കെ ഇവിടെ തന്നെ ഞങ്ങൾ ഉണ്ടാക്കണതാ. ഇപ്പൊ ചിലത് കിട്ടാത്ത ചെടികളൊക്കെ ഇവിടെ ലെയർ ചെയ്യും, ഗ്രാഫ്റ്റ് ചെയ്യും. അതായത് ഇതൊക്കെ ലെയറിംഗ് ആണ് ഇവിടെ ഉള്ളത്. ഈ കാണുന്നത് ഇതൊക്കെ കാണുന്നത് മുഴുവനും ലെയർ ചെയ്തെടുക്കണത്. പ്ലാസ്റ്റിക് ഇട്ടിരിക്കുന്നതൊക്കെ ഒക്കെ ലെയർ ചെയ്തേക്കണതാ. വേര് പിടിപ്പിക്കാൻ വേണ്ടി വെച്ചാണതാ. അതന്നെ ഇവിടെ ചെയ്യണത്. അപ്പൊ നമ്മുടെ കാലാവസ്ഥക്ക് പറ്റിയ സംഭവമാണ്. കാരണം ഇവിടെ നിന്ന് മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാലാവസ്ഥയിൽ ഇപ്പൊ നമ്മളിപ്പം ഹൈദരാബാദിൽ നിന്നോ രാജസ്ഥാനിൽ നിന്നോ കൊണ്ടുവന്ന് പൂവായിട്ട് നമുക്ക് ഇവിടെ വരും. പക്ഷെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അത് പറ്റിക്കോണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ കാലാവസ്ഥയ്ക്ക് അത് കൊണ്ടുവരാൻ വെച്ചാൽ അതിന്റെ അടിയിൽ മുഴുവൻ കളിമണ്ണ. ഇത് വരുന്നത് മെയിനായിട്ട് വരുന്നത് കൽക്കട്ടന്നാ. ഇവിടെ എല്ലാവരും കൊണ്ടുവന്ന് കൽക്കട്ടന്ന് കൊണ്ടുവന്നിട്ട് വെക്കണത്. അത് കംപ്ലീറ്റ് അടിയിൽ കളിമണ്ണായിരിക്കും. കളിമണ്ണെന്ന് വെച്ചാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ പാടാ. അത് ചീച്ചില് കൂടുതലാ. വെള്ളം ഇറങ്ങി പോവില്ല. ചീച്ചില് കൂടും. പിന്നെ ഓമി, ചകിരിച്ചോറ്, അത് മെയിനായിട്ട് അവർ കൂട്ടും ചെയ്യും. നമ്മൾക്ക് സംബന്ധിച്ച് നമ്മള് മണ്ണിൽ മാത്രമേ മെയിനായിട്ട് ചെയ്യുന്നത്. ചകിരിച്ചോറ് കയറ്റാറില്ല. മഴയത്ത് സാധനം അങ്ങനെ പെട്ടെന്ന് നാശാ പോവില്ല. ഇതൊക്കെ കാണുന്നത് ഓടി നിൽക്കുന്നത് തന്നെയാ. ഒന്നും നാശാവില്ല. അങ്ങനെ മഴയത്തും കുഴപ്പമൊന്നുമില്ല. മഴയത്ത് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പൂവില്ലെന്ന് ഞാൻ പറയില്ല, പൂവും. പക്ഷെ അതൊരു പ്രതിരോധ ശക്തി. ഒരു മഴക്കാലം കഴിയുമ്പോൾ കഴിഞ്ഞാൽ പിന്നെ ഇത് ലേശം മൂപ്പ് കൂടുമ്പോ അനുസരിച്ചിട്ട് സാധനം പോവില്ല ചെടി. ഏളതൊക്കെ പോവാ കൂടുതൽ. അങ്ങനെ നമ്മുടെ കാലാവസ്ഥക്ക് അങ്ങോട്ട് അനുയോജ്യമായിട്ട് വരും. നമ്മൾ കട്ട് ചെയ്ത് പിന്നെ കുറെ കട്ട് ചെയ്ത് ഉണ്ടാക്കും, കുറെ ലെയർ ചെയ്യും, കുറെ ഗ്രാഫ്റ്റ് ചെയ്യും. ഗ്രാഫ്റ്റ് ചെയ്ത ചെടി പരവ ചെടിക്കും ഗ്രാഫ്റ്റിംഗ് വ്യത്യാസമുണ്ട്. ഇവിടുത്തെ ചെടിയിലും ഗ്രാഫ്റ്റിംഗ് വ്യത്യാസമുണ്ട്. രണ്ട് സൈസാണ് ഇവിടുത്തെ ഗ്രാഫ്റ്റിംഗ്. പറഞ്ഞു ഒന്ന് തൊലിയിൽ ചെയ്യുന്നത് നമ്മൾ ഒന്ന് വീല് ചെയ്യുന്നു. അത് നിങ്ങൾക്ക് രണ്ടും ഞാൻ കാണിച്ചു തരാം. അതിന്റെ പ്രത്യേകതകൾ കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞു വരവ് ഗ്രാഫ്റ്റിംഗ് കണ്ട. ഈ റിബൺ കണ്ട, ഈ റിബൺ കിട്ടുന്നത് വരവ് ഗ്രാഫ്റ്റിംഗിന്റെ പ്രത്യേകതയാ. ഈ കൊമ്പ് കനം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മറിഞ്ഞു വീഴും. ശരിക്കും നോക്കിയോ ഒന്നുകൂടി കണ്ട. ഇത് തന്നെ തൊലിമണ് ചെയ്യണത് അവര്. ഇവിടുത്തെ ഗ്രാഫ്റ്റിംഗ് ഞാൻ കാണിച്ചു തരാം. കണ്ട ഇരിക്കും. കൊമ്പ് കനം ഒന്ന് കാറ്റടിച്ച് മറിഞ്ഞു വീഴും. കനം വന്നു കഴിഞ്ഞാൽ മാത്രം, ചെറുതില് മറിയില്ല. കനം വന്നാൽ മാത്രം മറിയുള്ളൂ. വെയിറ്റ് ആകുമ്പോഴത്തേനും കാറ്റും വരുമ്പോഴത്തേനും വെയിറ്റ് വന്നു കഴിഞ്ഞാൽ മറിഞ്ഞു വീഴും. ഇത് സൈഡിൽ തൊലിപ്പുറത്താണ് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. തൊലിപ്പുറത്ത് ഈ റിബൺ ചീന്തി കളഞ്ഞു കഴിഞ്ഞാൽ സാധനം മറിഞ്ഞു വീഴും. കണ്ട ഗ്യാപ്പ് നോക്കി ശരിക്കും കാണാം. ഇതാണ് നമുക്ക് ഇപ്പം പല ഇതിലും മുട്ടയായിട്ടൊക്കെ വരുന്നത് ഇങ്ങനെയുള്ള ചെയ്തതായിരിക്കും. ഇങ്ങനെ ചെയ്താ ഉരുട്ടിയെടുക്കുന്നത്. അവര് ആ നെറ്റ് വെച്ചിട്ട് പണ്ട് വെക്കുന്നതാ. നെറ്റ് പോയി കഴിഞ്ഞാ അത് പോയി. ആ സമയത്ത് ഇപ്പുറത്തെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ കാണിച്ച തൊട്ടന്നെ. നമുക്ക് ഇനി അത് നോക്കാം. ഇത് നമ്മുടെ അടുത്ത ഗ്രാഫ്റ്റിംഗാ. എന്തായാലും ഇത് ഒരു ചെടിയുമ്പോ ഉണ്ടാവണത് 3 കളർ പൂവല്ലല്ലോ. 3 കളർ പൂവാണ് നിക്കണത്. നോക്കിയേ, ഇതിന്റെ ഗ്രാഫ്റ്റിംഗ് എവിടെയാ നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. നോക്കിയേ, ഇതിന്റെ
അതായത് ഇതാണ് ഇവിടുത്തെ സെറ്റായി. ഗ്രാഫ്റ്റിങ്. അത് അവിടെ സെറ്റായി. ഇവിടെ സെറ്റായി. ഇതെന്ന് പറഞ്ഞാൽ ശരിക്ക് വി ഗ്രാഫ്റ്റ് ആണ്. വി ഗ്രാഫ്റ്റ് ആണ് സാധനം. ഒരു കംപ്ലൈന്റും വലിയത് കണ്ട. അതായത് നാച്ചുറലായിട്ട് മരം വളർന്നു വന്ന പോലെയായി. വരുന്ന പോലെയായി. ഇത് ഒരു സപ്പോർട്ടും വേണ്ട. ഇവിടെ ഉണ്ടാക്കുന്ന ചെടികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന പ്ലാന്റുകളിൽ നിന്ന് ഉണ്ടാക്കുന്ന ചെടികളാണ്. ഒരെണ്ണത്തിലും കളിമണ്ണെന്ന് സാധനം ഉണ്ടാവില്ല. ഇതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നോർമലായിട്ട് ഇവിടെ കാണുന്ന വെറൈറ്റികൾ മുഴുവൻ ഇവിടെ തന്നെയാണ്. പുറമെന്ന് ഒരു എണ്ണം കൊടുന്ന് കച്ചവടം ചെയ്യുന്നില്ല. ഉള്ളിലേക്ക് വന്നിട്ട് നഴ്സറി കിടക്കുന്നത്. അവിടെ ബോഗൻവില്ലകൾ വഹിച്ച് ബോഗൻവില്ലകൾ ഇഷ്ടം പോലെ നിൽക്കണ്ട വലുതോട്. റോഡിന് അപ്പുറ സൈഡിലും ഇപ്പുറ സൈഡിലും 2 ഗാർഡനായിട്ട് കാണും. 2 സൈഡും കാണാം. ഒരു 10-25 വർഷം ആവും. ശ്രദ്ധിക്കുന്ന മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ഇതില് ചെടി ചട്ടി മാറുമ്പോ 2 ദിവസം നനയ്ക്കാണ്ട് നിർത്തുക. ചെടി വാടി നിൽക്കും. അപ്പം തട്ടി കഴിഞ്ഞാ ചെടി ഒരു കംപ്ലൈന്റ് ഇല്ലാണ്ട് ഇങ്ങോട്ട് പോരും. അട പോലെ അങ്ങോട്ട് ചെടി കയ്യിലേക്ക് പോരും. അതാണ് ചെയ്യേണ്ടത് മെയിനായിട്ട്. അല്ലാണ്ട് നനച്ചിട്ട് തട്ടി കഴിഞ്ഞാൽ വേരൊക്കെ പൊട്ടി പോകും. അപ്പൊ ചെടി നാശാവും. ചെടി ചിലപ്പോ കിട്ടും, ചിലപ്പോ അത് ചട്ടിയിൽ ഇരിക്കുന്ന പോലെ ഞങ്ങളുടെ കയ്യിൽ വരും. അതുകൊണ്ട് വേറെ ചട്ടിയിലേക്ക് മാറ്റുക. എല്ലുപൊടിയും മെയിനായിട്ട് എല്ലുപൊടി കയറ്റാൽ മതി. വേറെ പ്രത്യേകിച്ച് കയറ്റുന്നില്ല. ചാണപ്പൊടി എന്ന് ഇട്ട് കഴിഞ്ഞാൽ പുല്ല് കൂടും. അതുകൊണ്ട് വേറെ ഗുണമുണ്ടാവില്ല. പുല്ലിന് കൂടുക. ചെടി വളർച്ചയ്ക്ക് ഏറ്റവും നല്ല പൂവിന് എല്ലുപൊടിയാണ്. പിന്നെ 20 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പൊട്ടിച്ചനക്കില് കൂടും, കൊമ്പും ചില്ലും കൂടും. പിന്നെ നമ്മൾ ഈ പോട്ട് ചെയ്യണം, അതായത് ചട്ടി മാറ്റുന്നത് വർഷത്തിലൊന്നാണോ അതോ? ചട്ടി മാറ്റുന്നത് വെച്ചാൽ വലിയ ചട്ടിയിലേക്ക് വെക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ച് മണ്ണും എല്ലുപൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. അല്ലാണ്ട് പ്രത്യേകിച്ച് വേറെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു വർഷം ആകുമ്പോൾ ചെയ്യാം. പിന്നെ ഈ കമ്പ് കൂതി കൊടുക്കുന്ന പ്രൂൺ ചെയ്യുന്നത് എങ്ങനെയാ? അത് മഴ കൂടുതൽ മുട്ടിച്ച് പിടിച്ച സമയത്ത് ചെയ്യാണ്ടിരിക്കുക. അത് നല്ല വെറൈറ്റികളൊക്കെ അങ്ങനെ മുട്ടിച്ച് പിടിച്ച് ചെയ്യുമ്പോൾ മഴ കൊണ്ട് ചീഞ്ഞു പോകും. വെയിലെന്ന് പറഞ്ഞാൽ ഉച്ച ചട്ടിയിൽ വെക്കാന്ന് വെച്ചാൽ ഉച്ച തിരിഞ്ഞ് നനയ്ക്കുക മെയിനായിട്ട്. അത് കുറച്ച് വെള്ളം കൊടുത്താൽ ചെടി ഉച്ചരിഞ്ഞ് നനയ്ക്കുമ്പോൾ ചെടി വാടിയിട്ട് കിട്ടുക. ലേശം വാട്ടം വരും. വാടുകൊണ്ട് കുഴപ്പമില്ല. അത് നന കൊടുത്തു കഴിഞ്ഞാൽ അത് ഉഷാറായി. ചെടി വാടുന്നു, പൂവും കൂടും. വാടിയാലാണ് പൂ കൂടുക. പിന്നെ നനയ്ക്കുമ്പോൾ ഇത് വളമിടുന്ന സമയത്ത് കാലത്ത് നനച്ചിടുക. കാലത്ത് നന്നായി നനയ്ക്കുക, കുതിർത്ത് നനയ്ക്കുക. ഉച്ച തിരിഞ്ഞിട്ട് വളം ഇടുക. അപ്പൊ വളം അല്ലെങ്കിൽ ചെടിക്ക് കിട്ടും. അല്ലെങ്കിൽ മൺവളം ഇട്ടിട്ട് നനയ്ക്കുമ്പോൾ പകുതി മുക്കാനും വളം അങ്ങനെ വെള്ളത്തൂടെ പോകും. അങ്ങനെ മാറ്റം വരും. ആദ്യം വളം ഇടുന്ന ദിവസം ആദ്യം രാവിലെ നനയ്ക്കുക, വൈകുന്നേരം വളം ഇടുക. ചേട്ടാ, ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ വീഡിയോ കണ്ടിട്ട് ആൾക്കാർക്ക് ചെടി വാങ്ങണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് വാങ്ങാനല്ലാതെ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? നമുക്ക് ഓൺലൈനിൽ വല്ലതും ചെയ്യാൻ പറ്റുമോ? ഓൺലൈനിൽ പരിപാടി ഇല്ല. നമ്മൾക്ക് നേരിട്ട് വരിക, ചെടി കണ്ട് ഇഷ്ടപ്പെട്ട് എടുക്കുക. പിന്നെ അവർക്ക് എടുത്തിട്ട് കാശ് അവർക്ക് എത്തിച്ചു കൊടുക്കണം വെച്ചാൽ വണ്ടി വാടകയും കൊടുക്കണം. അല്ലാണ്ട് വേറെ ഒന്നുമില്ല മാർഗം. അവിടെ വന്ന സ്പോട്ടിൽ വന്ന് ചെടി കണ്ട് ഇഷ്ടപ്പെട്ട് എടുക്കുക. ഏറ്റവും നല്ലത് അതാണ്. അപ്പുറത്ത് ഇത്രയ്ക്ക് കിട്ടണ്ട്, അപ്പുറത്ത് ഇത്രയ്ക്ക് കിട്ടണ്ട്. കരുത്തുള്ള ചെടി, എൻ്റെ ചെടി കരുത്തുള്ളതാ. ഓൺലൈനിലേക്കും കരുത്തുള്ള ചെടികൾ വരും. ഞാനും വാങ്ങിച്ചായിരുന്നു. ഓൺലൈനിൽ ചെടിയൊക്കെ ഞാൻ ഇറക്കിയായിരുന്നു. ഒരു തുമ്പ് പോലെ സാധനം വരും. അവർ പറഞ്ഞ കാശും കൊടുക്കും. ലാസ്റ്റ് ഇവിടെ വന്നിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും. ഈ ഒരു അവസരത്തില് ബ്ലാക്ക് മരിയേക്കും പറഞ്ഞ് ഇറങ്ങിയ അവസരത്തില് 3 ചെടി, ഒരു ചെടിക്ക് 4500 രൂപയ്ക്ക് വാങ്ങിച്ചായിരുന്നു ചരിത്രം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് 3 എണ്ണം വാങ്ങിച്ച് 4 എണ്ണം കെട്ടിയിട്ട് കൊടന്നിട്ട് ഒരെണ്ണ കെട്ടിയത്. ബാക്കി 3 പോയി. 4500 വെച്ചിട്ട് വാങ്ങിച്ചതാ. പേര് കേട്ടപ്പോ നല്ല ചെടി വാങ്ങിച്ചതാ ഞാൻ. ഓൺലൈനിൽ ഒരുപാട് തട്ടിപ്പുണ്ട് ഇപ്പൊ, പ്രത്യേകിച്ച് ബോഗൻവില്ലിന്റെ കാര്യത്തിൽ. നിങ്ങൾ നേരിട്ട് വരാന്ന് വെച്ചാൽ ആ തട്ടിപ്പിനൊന്നും ഏരാവില്ല. നിങ്ങൾ നേരിട്ട് കണ്ട് ഇഷ്ടപ്പെട്ട് എടുക്കാം ചെടി. ചെറുപ്പം മുതൽ പൂക്കളോട് താല്പര്യം. നഴ്സറി പണിക്ക് പോണു. നഴ്സറിയില് പൂക്കളൊക്കെ ഉണ്ടാവണു. നമ്മളെ പണി പഠിക്കാൻ പോണത് നഴ്സറിക്ക് വേണ്ടി പോണതാണ് പണിക്ക്. പണിക്ക് പോയിട്ട് അവിടെ നിന്നിട്ട് ഇതൊക്കെ പഠിക്കുന്നു. പഠിച്ചിട്ടാണ് ഇപ്പം തുടങ്ങണത്. പൂക്കൾ ഇഷ്ടമാണ്. പൂക്കൾ ഇപ്പൊ ആർക്കും ഇഷ്ടമില്ലാത്തോണ്ടിരിക്കുന്നേ. എല്ലാവർക്കും പൂക്കൾ ഇഷ്ടം തന്നെയല്ല. അതാണ്. പക്ഷെ അതിനോട് സംരക്ഷിക്കാനും അത് കൊണ്ടു നടക്കാനുമാണ് പാട്. സംരക്ഷിക്കാന്ന് പറഞ്ഞാൽ ഇതിന് പണിക്കാരാണ് മെയിനായിട്ട് ആവശ്യം. അല്ലാണ്ട് നമുക്ക് ഒറ്റയ്ക്ക് നനച്ചിട്ട് തീർക്കാനും പറ്റില്ല, അത് ഉണ്ടാക്കാനും പറ്റില്ല ഒറ്റയ്ക്ക്. അല്ലാണ്ട് ഇത് നനയ്ക്കാനായിട്ട് തന്നെ പണിക്കാര് 3-4 പേരും നനയ്ക്കാൻ വേണം. ഒരു 2-3 മണിക്കൂർ നനയ്ക്കും. 4 മണിക്കൂർ നനയ്ക്കാൻ വരും. മൊത്തം നനച്ചുണ്ടാക്കണ്ടേ ഏരിയ. ഇത് എത്ര ഏക്കറുണ്ട് ചേട്ടാ? ഇതൊരു 3 ഏക്കർ അടിക്കുന്നുണ്ട്. ഇപ്പം ബോഗൻവില്ല മാത്രമാണോ ചെയ്യണേ? ഇപ്പൊ ബോഗൻവില്ല മാത്രമേ ചെയ്യുന്നേ. കുറച്ച് റെഡ് പാം ഉണ്ടെന്ന് മാത്രം, കുറച്ചുള്ളോ.
ഇനിയിപ്പോൾ നമുക്ക് സെയിൽ ഓൺലൈനിലേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടോ അതോ ഇല്ല, ഓൺലൈനിൽ ചെയ്യുന്നില്ല. ഓൺലൈൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റില്ല പറഞ്ഞ് വേറെ ഒന്നല്ല, അത്രയും നമുക്ക് നമ്മൾ ഹോൾസെയിലായിട്ടാണ് മെയിനായിട്ട്. ഇത് കാസർഗോഡ്, കണ്ണൂർ, തിരുവനന്തപുരം തൊട്ട് ഈ അറ്റം വരെയുള്ള തമിഴ്നാട് നിന്നൊക്കെ ചെന്നൈയിൽ നിന്നൊക്കെ വരുന്നുണ്ട് ആൾക്കാർ എടുക്കാൻ. കൊടകിൽ നിന്ന് വരെ ആൾക്കാർ വരുന്നുണ്ട്. നമുക്ക് ആൾക്കാർക്ക് കൊടുക്കാനും മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓൺലൈനിൽ വന്ന് നമ്മൾ സെയിൽ ചെയ്യാൻ നമുക്ക് പറ്റില്ല. കുറച്ച് തിരക്കാവും എന്നല്ലാതെ കാര്യമില്ല അല്ലേ? കാര്യമില്ല. ഈ സൈഡിലേക്ക് ഒരു വൃന്ദാവനത്തിൽ പോകുന്ന അവസ്ഥയല്ലേ? ഇവിടെ മറ്റേ കയാട്ടിയും ബ്രിസ പീച്ചും ആണ് മെയിനായിട്ടുള്ളത്. ഇടയിൽ റൂബി ഉണ്ട്, മറ്റേ തൈഡ് ലൈറ്റിന്റെ പോലത്തെ ബട്ടർഫ്ലൈ ഉണ്ട്. പിന്നെ അവിടേക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെ മറ്റേ ഫയറോപ്പാലുണ്ട്. അവിടെ ഒരു വലിയ പർപ്പിളും ഉണ്ട്. ആ പർപ്പിള് നാടനല്ല, നോർമൽ ഹൈബ്രിഡിലുള്ളത്. അത് മറ്റേനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി കുഞ്ഞിയ ഫ്ലവറാണ്, നിറച്ച് ഇലയില്ലാണ്ട് ഫ്ലവർ ഉള്ള ടൈപ്പാ. ഇതിനങ്ങനെ പേരെല്ലാം ഉണ്ട് ഈ വയലറ്റ്? അതിന്റെ പേര് എക്സാക്റ്റ് അറിയില്ല. ഇത് ഒരുപാട് പഴയതായിട്ടുള്ള വെറൈറ്റി ആണ്. പക്ഷെ നല്ല ഭംഗിയുണ്ടല്ലേ? നല്ല ഭംഗിയുണ്ട്. ശരിക്കും വേറെ ഏതോ ഒരു പൂമരത്തിന്റെ ചോട്ടി നിൽക്കുന്ന ഇല കാണാൻ ബാംഗ്ലൂരൊക്കെ ഉള്ള അതാ ചെറിയ പർപ്പിള് ഇല കാണാണ്ട് ഫുള്ള് ഫ്ലവർ ഇടും. ഇത് വെട്ടിയെടുത്താണെങ്കിൽ ഒന്നുകൂടി ഭംഗിയുണ്ട്. റൗണ്ട് ആക്കിയിട്ട് നമുക്ക് ഇഷ്ടത്തിനുള്ള ഷേപ്പിൽ വെട്ടിയെടുത്താൻ പറ്റിയ വെറൈറ്റി ആണ്. ഇത് ട്രൈ കളർ അല്ലേ? ട്രൈ കളർ എന്ന് പറഞ്ഞ വെറൈറ്റി. അതിന്റെ മദർ പ്ലാന്റ്. ഇത് പറഞ്ഞ പോലെ 3 ഷെയ്ഡ് ഫ്ലവർ കാണുമ്പോൾ ഒരു ചന്താണ്. ആനച്ചന്താണ് ശരിക്കും. അതിന് ഫുള്ള് പേരൊന്നും അറിയില്ല. പക്ഷെ ഇത് വേറെ പർപ്പിളാണ്, ഇത് വേറെയാണ്. നോർമലി കാണുന്നതല്ല, ഇത് വേറെയാണ്. ഇത് കുറച്ചുകൂടി ഡാർക്ക് കളറ്, ഡീപ്പ് കളറായിട്ടുള്ള പർപ്പിളാണ്. പിന്നെ ഇതാ ഇവിടെ ഉള്ളിലുണ്ട്, ഇത് ഹവായി പർപ്പിള്. പിന്നെ ഇത് ഗോൾഡൻ മ്യാവ് എന്ന് പറഞ്ഞ പർപ്പിള്, യെല്ലോ ഷെയ്ഡ് എലി ഫ്ലവർ അങ്ങനെ. പിന്നെ ഇതാ ഇത് ലോല എന്ന് പറഞ്ഞത്, ലോല വെറൈറ്റി. ഇത് കുറെ ഹാങ്ങിങ്ങിൽ ആൾക്കാർ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതാ ഇത് വേറെയാണ്. പർപ്പിളുകളില് ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാത്തിനും അറിയില്ല, കുറെ ഒക്കെ പണ്ടത്തെ വെറൈറ്റികളാണ്. പുതിയ വെറൈറ്റികളാണ് പേര് വരിക. ഇത് ഗോൾഡൻ പെട്രോ ബാമ്പിനോ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ്. ലീഫി യെല്ലോ, ഏകദേശം ബ്രിസ പീച്ചിന്റെ മറ്റേ മജന്ത തോണിൽ വരുന്ന ഒരു കളറ്. അത്യാവശ്യം ഡിമാൻഡ് ഉണ്ട്. പൈസ ഉണ്ട്. തൈ ആയി വരുന്നുള്ളൂ. പിന്നെ ഇത് ബട്ടർ കപ്പ് എന്ന് പറഞ്ഞ വെറൈറ്റി. അതായത് ഇതും പർപ്പിൾ ടോൺ ആണ്, ഡാർക്ക് പർപ്പിൾ ആണ്. ഇതിന്റെ ഇലയുടെ തുമ്പത്ത് ഇങ്ങനെ വൈറ്റ് ഷെയ്ഡ് വരും, ലിപ്സ്റ്റിക് പോലെ. അതാണ് അതിന്റെ പ്രത്യേകത. മൊത്തത്തില് ഇതൊക്കെ മുട്ടുകളാണ്. ഇപ്പോ നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവുമ്പോ കാണാൻ നല്ല ഭംഗിയാണ്. ബട്ടർ കപ്പ് വലിയ പൂവാണ്, വലിയ പൂവാണ്. പൂമ അതുകൊണ്ടാണ് വരയുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് കാണും ചെയ്യും. ഒന്നും വേണ്ട. ഇത് ആൾക്കാർ പല പേര് പറയുന്നുണ്ട്. അതായത് പീകോക്ക് ടാങ്ലോൺ എന്ന് പറയും. ഏകദേശം ഒരു റെഡ് ടെക്സ്ചർ മോഡലാണ്. പൂവിന്റെ അവിടെ പൂവിന്റെ അവിടെ ഈ ചെറിയൊരു രണ്ട് ഇങ്ങനെ ഒരു കൊമ്പ് പോലെ നിക്കണ ഇതായതുകൊണ്ട് ആൾക്കാര് പീകോക്ക് ടാങ്ലോങ് എന്ന് പറയും. അത് ഈ കുനുകുനാന്ന് പറഞ്ഞ പൂ ഉണ്ടാവുള്ളൂ. അത്യാവശ്യം നല്ലൊരു റെഡ് കളറാണ്. പേര് പിങ്ക് മസൂരി എന്ന് പറയും. ഇത് ഏകദേശം ടാങ്ലോങ്ങിന്റെ വിഭാഗത്തിൽ പെട്ട ഒരു സംഭവമാണ്. എക്സാക്ട് ടാങ്ലോങ് അല്ല. ഫ്ലവർ വിരിയൂല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഫ്ലവർ ആവൂല. ഒരു ജാതി ഷേപ്പിൽ നിൽക്കുന്ന സാധനമാണ്. പക്ഷെ കളർ കോമ്പിനേഷൻ വരുമ്പോൾ ഭംഗിയാണ്. ഒരു പൂക്കളും ഒരുപാട് കുനുകുന വരുന്നത് കൊണ്ടും ഇല വെരിഗേഷനും ഉണ്ട്, ഫ്ലവർ വെരിഗേഷനും ഉണ്ട്. കളർ എന്ന് പറയും. അധികം നാളൊന്നും ആയിട്ടില്ല, എന്തായാലും ഒരു 2 കൊല്ലമൊക്കെ ഉണ്ടാവും. ഇതിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ യെസ്റ്റർഡേ ടുഡേ ടുമാറോന്നുള്ള പോലെ ഒരു ഷെയ്ഡാണ്. പർപ്പിളും വൈറ്റും മിക്സ് ആയിട്ട് വരുന്ന പോലത്തെ ഒരു ഫ്ലവർ. വിരിയുമ്പോൾ കുറച്ച് വൈറ്റ് ആയിരിക്കും. വിരിയുമ്പോൾ അതായത് പർപ്പിളും ഉണ്ടാവും വൈറ്റും ഉണ്ടാവും. കറക്റ്റ് എക്സാക്ട് അങ്ങനെ ഇന്ന കളർന്നില്ല. 3 ഷെയ്ഡിലും ഫ്ലവർ ഇടും. ഡാർക്ക് വൈലറ്റ് ആവും. ഇത് ടാങ്ലോങ് ഫാമിലിയിൽ വന്ന ചെടിയാണ് ടാങ്ലോങ് യെല്ലോ. ഇത് കുറച്ചായുണ്ട്, എന്നാലും മറ്റേന്റെ പോലെ ഫുള്ള് വിരിയാത്ത നിറച്ച് ഫ്ലവർ ഇടുന്ന ടൈപ്പാണ്. ഇത് ലിപ്സ്റ്റിക്ക്. അങ്ങനെ വലിയ പുതിയതൊന്നല്ല. ലിപ്സ്റ്റിക്ക് ഇടുന്ന പോലെ തന്നെയാണ്. സൈഡില് ലിപ്സ്റ്റിക്ക് ഇടുന്ന പോലെ ഇങ്ങനെ വന്ന് അത് ഫുള്ളായിട്ട് അങ്ങോട്ട് പടർന്ന് ഫുള്ള് ഫ്ലവറില് ലേഡി ബേർഡ് എന്ന് പറയും. അതായത് ഈ പിങ്കും വൈറ്റും മിക്സ് ആയ പോലത്തെ ഒരു കളറ്.
അത് നിറച്ച് ഫ്ലവർ ഇടും. അതെല്ലേ, കുഞ്ഞു കുഞ്ഞു ഫ്ലവർ കുഞ്ഞു കുഞ്ഞ് ഫ്ലവർ നിറച്ചിടും, കാണാൻ നല്ല ഭംഗിയാ. അത് വലുതായി കഴിയുമ്പോൾ ഫ്ലവർ മെച്ചുവറായി കഴിയുമ്പോൾ പിങ്ക് ഒന്നും കൂടി കൂടും. ചില്ലി വെറൈറ്റിയിൽ വരുന്ന വൈറ്റ് ആണ്, ചില്ലി വൈറ്റ് എന്ന് പറയല്ലേ. ഐസ്ക്രീം അല്ല ഇത്, ഈ വൈറ്റ് ആണല്ലേ. പ്യുവർ വൈറ്റ്, പിങ്ക് കളർ ഒന്നും കയറില്ല. അത് മനസ്സിലാക്കാനായിട്ട് അതിന്റെ പൂമ്മ ഒരു പച്ച കളറുണ്ട്, അതിന്റെ വെയിൻ ഒരു പച്ച കളറായിരിക്കും വരിക. ചില്ലി ഐസ്ക്രീം ഒക്കെ ആകുമ്പോ പിങ്ക് കളറായിരിക്കും, ഇത് പച്ച കളർ, അങ്ങനെയാണ് മനസ്സിലാവുക. തായ് ഡിലൈറ്റിന്റെ വേറൊരു വെരിഗേഷൻ ആണ് സിൽവർ തായ് ഡിലൈറ്റ് എന്ന് പറയും. ഇല സിൽവർ കളർ, ഇല സിൽവർ കളർ ആയിട്ടാണ് ആ പേര് വന്നിരിക്കുന്നത്. തായ് ഡിലൈറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റി ഈ മുകളില് പിങ്ക് കളറും അടിയില് വൈറ്റ് ഉള്ള ഫ്ലവർ, അതിന്റെ ഇലക്ക് സിൽവർ ഉള്ള വെറൈറ്റി. ഇത് ഭംഗിയുള്ള പൂവല്ലേ? അത് ഭംഗിയുള്ള നല്ല ഭംഗി. ഇത് മൊണാലിസ യെല്ലോ, നല്ല യെല്ലോ ഫ്ലവർ ആണ്. ഇതിന്റെ ലീഫിനാണ് പിന്നെ ഒന്നും കൂടി പ്രത്യേകത വരുന്നത്. ലീഫ് ഏകദേശം ഒരു ആലിന്റെ ഇലയുടെ ഒരു ഷെയ്ഡാണ് വീതിയത്, കുറച്ചും കൂടി ചുരുളിച്ചുണ്ട്, എന്നാലും നന്നായിട്ട് ഫ്ലവർ ഇടുന്ന ഒരു ഫ്ലവർ ആണ് ഇത്. മൊണാലിസ വേറെ കളറുകൾ ഉണ്ട് നമുക്ക്. മൊണാലിസ റെഡ് ഉണ്ട്, പിന്നെ പൂ ഒരു പ്രത്യേക ഷേപ്പല്ലേ. പിന്നെ ബാക്കി ബ്ലാക്ക് ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്, നമ്മൾ വാങ്ങിച്ചിട്ടില്ല. ഇത് ഹവായ് വൈറ്റ്, ഇത് എപ്പോഴും ഡിമാൻഡുള്ള ഒരു ചെടി തന്നെയാണ്. ഈ വൈറ്റും ഇലയമ്മ ഒരു പച്ചയില് വൈറ്റ് വെരിഗേഷനുള്ള ടൈപ്പ് അല്ലേ. ഇതും മറ്റേ ഹാങ്ങിങ് പോട്ടിലൊക്കെ വെക്കാൻ പറ്റിയ മോഡലാണ്. ഇതും കുനുകുനാന്ന് പറഞ്ഞ ഫ്ലവർ ഇടും. ഇത് ചില്ലി ഐസ്ക്രീം എന്ന് പറയും. ഇപ്പൊ വൈറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ഇതില് മുകളില് പിങ്ക് കളറും അടിയില് വൈറ്റും വരും, മെയിൻ പിങ്ക് കളറാണ്. ഇത് സുവർണ, മറ്റേ യെല്ലോ ഫോക്സ് സ്റ്റൈലിന്റെ ഏകദേശം ഒരു മോഡല്. ഫ്ലവറിംഗ് ഒക്കെ വ്യത്യാസമുണ്ട്, ഫ്ലവർ കളർ ഏകദേശം സെയിം ആയിരിക്കും. വിരിയുമ്പോൾ ലൈറ്റ് യെല്ലോ, നന്നായിട്ട് വിരിയുമ്പോൾ അതൊരു വൈറ്റിഷ് യെല്ലോ, വൈറ്റ് കൂടുതലുള്ള പോലത്തെ ഒരു യെല്ലോ കളറായിട്ടാണ് വരിക. നന്നായിട്ട് ഫ്ലവർ ചെയ്യും, ഒരു വെറൈറ്റി ഫ്ലവർ ആണ്. സൂര്യൻ ഉദിക്കുന്ന സമയമൊക്കെ നല്ല അടിപൊളിയാണ്. ആ സമയത്തൊക്കെ നല്ല ഭംഗിയ കളർ കാണാൻ. ഇത് വയലറ്റ് ട്വിസ്റ്റർ എന്ന് പറയും. ഏകദേശം ഒരു പ്ലാസ്റ്റിക് പൂ പോലെയാണ് മൊത്തത്തില്. ഇലയും ഫ്ലവറും ഇങ്ങനെ ഫ്ലവറിനും ചുരുളിച്ചുണ്ട്. ഇത് വിരിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഒരു മൊത്തത്തിലൊരു പ്ലാസ്റ്റിക് പൂ നിൽക്കുന്ന പോലെ ഒരു ഫീൽ തന്നെയാണ് വരിക. പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാള് ഫ്ലവർ നിൽക്കും. ഇത് ബട്ടർഫ്ലൈ റെഡ്, പിങ്ക് എന്ന് പറഞ്ഞാൽ റെഡ് എന്ന് പറഞ്ഞാലും കണക്ക് തന്നെ. ഇത് ഫ്ലവർ മറ്റേ കോഴിവാലൻ ഫ്ലവറിന്റെ പോലെയാണ് ഫ്ലവർ. അങ്ങനെ ഫുള്ള് ബുഷായിട്ടുള്ള ഫ്ലവർ അല്ല, വെരിഗേറ്റഡ് ലീഫും ആണ്, വെരിഗേറ്റഡ് പെറ്റൽസും ആണ്. അതെ, നമ്മുടെ ബ്രിസ പീച്ചിന്റെ മദർ പ്ലാന്റുകളാണ് ഈ കാണുന്നതൊക്കെ. ഇത് ഫുള്ള് നമ്മൾ ഇവിടുന്ന് തന്നെ ലെയർ ചെയ്ത് പിടിപ്പിക്കുന്ന ചെടിയാണ്. ഇതൊരു പ്രത്യേക തരമുള്ള ചെടിയാണ്. ചിലവര് ബ്രിസ മജന്തി ഒക്കെ ചോദിച്ചിട്ട് വരുന്നില്ലേ, അതായത് ഇവിടെ നോക്കി തന്നെ കാണാം. ചില സമയത്തൊന്ന് കളർ മാറി വരുന്നതാണ്. പീച്ച് തന്നെയാണ് ശരിക്കും. ഇനിയിപ്പോ ശരിക്കും വേറെ ഉണ്ടോന്ന് അറിയില്ല. ഇവിടെ നമ്മുടെ പ്ലാന്റില് സ്ഥലത്തൊക്കെ കുറച്ച് ഡാർക്ക് വരുന്നുണ്ട് ഇതുപോലെ. അത് ഇത് തന്നെയാണ്, ചെടി തന്നെയാണ്. ചില സമയത്തൊന്ന് കളർ ചേഞ്ച് ആവും, എന്നാലും പിന്നെ ആ ഒരു കമ്പി തന്നെ അത് പിന്നെ വരണം നിർബന്ധമില്ല. ഇല്ല, അത് കളറ് പഴയ പീച്ച് തന്നെ ആവും. ഇത് ഈ പീച്ച് കളർ പിന്നെ ഒരു വെറൈറ്റി കളർ ആയതുകൊണ്ടും പിന്നെ ഇത് നന്നായിട്ട് ഫ്ലവർ ഉണ്ടായതുകൊണ്ടും കാണാൻ ഭയങ്കര ഭംഗിയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ ലെയർ ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു ക്ലൈമറ്റിൽ നമുക്ക് പ്രശ്നവും വരില്ല. നമ്മുടെ ക്ലൈമറ്റിൽ തന്നെ. കാരണം നമ്മളിപ്പം വേര് പിടിപ്പിച്ച് വേറെ പുറത്തുനിന്ന് ഇപ്പോൾ രാജസ്ഥാനിൽ നിന്നോ ഹൈദരാബാദിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മുടെ ക്ലൈമറ്റിന് പറ്റിക്കോണമെന്നില്ല. ബ്രിസ പീച്ചിന്റെ ഒരു അനിയനാണ് ബ്രിസ റെഡ്. ഇത് അതുപോലെ നല്ല രീതിയിൽ ഫ്ലവർ ഇടും. ചുമപ്പ് കളറാണ്, കുഞ്ഞു കുഞ്ഞു പൂക്കളാണ്. പിന്നെ ഇത് ഗ്രാഫ്റ്റ് ആണ്, സെയിലുള്ള ചെടിയല്ല, നമ്മുടെ മദർ പ്ലാന്റ് ആക്കി വെച്ചിട്ടുള്ളതാണ്. അത് ഗ്രാഫ്റ്റ് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. വലിയ കമ്പിലാണല്ലേ? അതായത് നമ്മള് ചില്ലയില് വീക്കട്ട് ചെയ്തിട്ടാണ് ഗ്രാഫ്റ്റ് ചെയ്യണത്. അത് നാടൻ ചെടിയിലെ സ്റ്റെമ്മാണ് അടിയിലുള്ളത്. പിന്നെ ഗ്രാഫ്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ വന്നാലും നമുക്ക് വലിയ ഡാമേജ് ഒന്നും സംഭവിക്കില്ല. ഷെയ്ഡിൽ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഭാഗത്തുള്ള ഗ്രാഫ്റ്റ് ചെടികളൊക്കെ ഇവിടെ മഴയത്തിരിക്കേണ്ട ചെടികളാണ്. ഈ പറഞ്ഞ ചെടികൾക്കൊന്നും ഇതുവരെ ഡാമേജും മഴയത്ത് ചെയ്യുന്നിട്ട് പറ്റിയിട്ടില്ല. അപ്പൊ അതൊക്കെ പ്രതിരോധിച്ച് നമുക്ക് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായി. അതായത് ഗ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പേടിയാണ്, സംഗതി പൊട്ടിപ്പോവോ നാശമായി പോവോ ഒടിഞ്ഞു പോകുന്നുള്ളത്.
പക്ഷെ പിടിച്ചു കിട്ടിയിട്ടുള്ള ഗ്രാഫ്റ്റുകൾ വെച്ച് കഴിഞ്ഞാൽ ഉപകാരമുള്ളൂ. അതെ അല്ലേ, ചെടിക്ക് ഗ്രോത്തും ശേഷിയും കൂടുള്ളൂ. ഓ, നമ്മൾ നല്ല വലിയ മരത്തിലാണ്, മരം പോലുള്ള ചെടിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അല്ലേ? അതായത് 2 ടൈപ്പും ഉണ്ട്. പൈസ കൂടുതൽ വരുന്നത് ഈ കനത്തിലുള്ളതിൽ ചെയ്യുമ്പോൾ പൈസ കൂടും. അല്ലാണ്ട് പാടായിരിക്കും. അല്ല പിന്നെ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നോർമലി വലിയ പൈസ ഇല്ലാത്ത രീതിയിൽ ചെയ്തിട്ടുള്ള ഗ്രാഫ്റ്റുകളാണ്. മറ്റേ സ്റ്റെമ്മ് കുത്തേനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി 100 രൂപ 200 രൂപയ്ക്ക് കൂടുള്ളൂ. എന്ന് വെച്ചിട്ട് ആ പൈസ കൂടുതലായതുകൊണ്ട് നഷ്ടം ഉണ്ടാവില്ല ഒരിക്കലും, ഗ്രോത്ത് കൂടുള്ളൂ നന്നായിട്ട്. ഇതെല്ലാം ഗ്രാഫ്റ്റ് ചെയ്ത്, ഇതൊക്കെ ഗ്രാഫ്റ്റഡ് ആണ്. നല്ല വെറൈറ്റികൾ ഫുള്ള് നമ്മൾ ഗ്രാഫ്റ്റിലാണ് മെയിനായിട്ട് കൊടുക്കുക. ടാങ്ലോങ് ഫാമിലിയിൽ വരുന്ന പർപ്പിള് കളറാണ്. മറ്റേതിൻ്റെ പോലെ തന്നെ വിരിയില്ല, ഇങ്ങനെ മുട്ട് പോലെ നിൽക്കുള്ളൂ. ടാങ്ലോങ് ഫാമിലിയിൽ തന്നെ പീച്ചാണ്. ഇതാണ് ഏറ്റവും ഫസ്റ്റ് ഇറങ്ങിയിട്ടുള്ള ടാങ്ലോങ് വെറൈറ്റി. ഇത് ടാങ്ലോങ് ഓറഞ്ച്, അധികം എവിടെയും കണ്ടുപോയില്ലാത്തൊരു ഫ്ലവർ ആണ്. ടാങ്ലോങ്ങിന്റെ തന്നെ പുതിയ വെറൈറ്റി ആണ്. ഇലയ്ക്ക് വ്യത്യാസമുണ്ട്. ഇല സാധാരണ വിരിഞ്ഞിക്കണ പോലത്തെ ഇലയല്ല, കുറച്ച് ചൂണ്ടിക്കണ പോലത്തെ ഇലയാണ്. ഫ്ലവറിനും ചെറിയ വ്യത്യാസം. എക്സാക്ട് ടാങ്ലോങ്ങിന്റെ അല്ല, എക്സാക്ട് പക്ഷെ വലിയ പൂവല്ല. ടാങ്ലോങ് ഓറഞ്ച് എന്നാണ് ഇപ്പൊ എല്ലാവരും പറയണത്. ഇത് ടാങ്ലോങ് ഫാമിലിയിൽ വരുന്ന റെഡ്. ഇത് കുറച്ചും കൂടി വലിയ ഫ്ലവർ ആണ്, മറ്റേന്റെ പോലെ കുഞ്ഞ ഫ്ലവർ അല്ല. പക്ഷേ ഇത് കൊലയായിട്ട് വരുന്നു, കൊലയായിട്ട് ഉണ്ടാവും. റെഡ് ഏകദേശം എക്സാക്ട് റെഡ് തന്നെയാണ്. ഇത് ചൈനീസ് സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്ന് പറയും, ചിലർ റെഡ് ട്വിസ്റ്റർ എന്ന് പറയും. ഏകദേശം സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെ പോലെയാണ് മുട്ട് വരിക. മുട്ട് വന്നിട്ട് ലേശം വിരിയും. അതായത് ഇവിടെ നോക്കി തന്നെ കാണാം, വിരിഞ്ഞിക്കണ പോലെയാണ് ഏകദേശം വരുന്നത്. നല്ല റെഡാണ്, കൊലച്ച് ഫ്ലവർ ഇടും. ദൂരെ നിന്ന് കാണുമ്പോൾ നല്ല കടും റെഡ് തന്നെ ആയിട്ട് തന്നെയാണ് കാണുക. ചൈനീസ് സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്നാണ് എൻ്റെ പേര്. തിന്മ ഫാമിലിയിൽ വരുന്ന ഒരു ചെടിയാണ് ഇത്. തിന്മ റെഡ് എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത്. ഫുള്ള് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിങ്ക് തന്നെയാണ് ആവണത്. ഏകദേശം മുട്ടിന്റെ സ്ഥലത്ത് റെഡ് ആണ്. ചിലപ്പം ചില സമയത്ത് ഇത് ഡബിൾ കളർ ആയിട്ടും വരില്ലേ, വെള്ളയും കൂടി മിക്സ് ആവും. അതിനിങ്ങനെ വരുന്നില്ല അല്ലേ? അത് അതിന് തോന്നുന്ന പോലെയാണ് വരിക. ശരിക്കും തിന്മ വെറൈറ്റികളിൽ ഡബിൾ കളറാണ്. സ്വീറ്റ് ഹാർട്ട്. സ്വീറ്റ് ഹാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എതള് ഒരു ചെറിയൊരു ഹാർട്ട് രീതിയിലാണ്. ഹാർട്ട് ഷേപ്പ് ആണല്ലേ? സ്വീറ്റ് ഹാർട്ട് എന്നാണ് പേര്. പേരൊന്നും എങ്ങനെ വന്നേന്നൊന്നും ചോദിക്കരുത്, അതൊന്നും അറിയില്ല. പക്ഷെ ഫ്ലവറിങ് നല്ല ഫ്ലവറാണ്. കുനുകുനാന്ന് പറഞ്ഞ ഫ്ലവർ ഇടും. പിന്നെ ഇതിന്റെ 2 ടൈപ്പ് വരുന്നുണ്ട്. എലേമ ചെറിയൊരു സെൻഡായി മോഡല്, എലേമ ചെറിയൊരു വെള്ള ടച്ചുള്ള പോലത്തെ ഒരെണ്ണം ഉണ്ട്. പിന്നെ പ്ലെയിൻ യെല്ലോ ലീഫായിട്ടുള്ളതും ഉണ്ട്. ഇത് റേ ഫിഷ് എന്ന് പറയുന്ന ഒരു വെരിഗേഷനാണ്. ബട്ടർഫ്ലൈ മോഡലാണ്. യെല്ലോയില് ഇല വെരിഗേഷൻ വരുന്ന ഏകദേശം ഒരു ബട്ടർഫ്ലൈ ടൈപ്പ്. ചിലവര് മെയിനായിട്ട് റേ ഫിഷ് എന്ന് പറഞ്ഞ രീതിയിലാണ് അറിയണത്. കറക്റ്റ് എക്സാക്ട് ഇപ്പൊ ഞങ്ങൾക്ക് കണ്ടിട്ട് ബട്ടർഫ്ലൈ പോലെയാണ്. അതിന്റെ നീളത്തിലുള്ള ഇതൊക്കെ നീളത്തിലുള്ള പെറ്റൽസ് വെച്ച് നോക്കുമ്പോ ബട്ടർഫ്ലൈ വന്നതാണ്. ഇത് സെൻഡായി വൈറ്റ് എന്ന് പറയും. സെൻഡായി മെയിനായിട്ട് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലയും ഒരു ചെറിയൊരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് വരും. അത് വെറുതെ നിൽക്കുമ്പോൾ ഇല കാണുമ്പോൾ ഒരു പ്രത്യേകത തോന്നും. സാധാരണ യെല്ലോ വൈറ്റിന്റെ പോലെ അല്ല, ഫ്ലവറിങ്ങും നന്നായിട്ടുണ്ടാവും. ഇദ്ദേഹത്തിന്റെ പേര് ക്രിസ്റ്റീന എന്നാണ്. ഇലയും ഫ്ലവറും കാണുമ്പോൾ നമുക്ക് ഇതെന്താന്ന് തോന്നും. പക്ഷെ അത് അതിന്റെ സ്റ്റൈൽ അങ്ങനെയാണ്. ഏകദേശം ചുരുളിച്ച മോഡലുള്ള എന്തോ ഒന്ന് പറ്റിയ പോലുള്ള മോഡലാണ് അതിന്റെ ഇല. ഫ്ലവറും പിങ്കില് ഈ സ്ട്രൈപ്സ് വരുന്ന പോലെ അല്ലെങ്കിൽ ഡോട്ട് വരുന്ന പോലെയുള്ള ഫ്ലവറുകളാണ്. പിന്നെ പാറ്റേൺ അങ്ങനെ ഒന്നുമില്ല. ആകെയുള്ള പാറ്റേൺ ഇലയം ഇങ്ങനെ ചുരുളിച്ചുണ്ടാവും എന്നുള്ളതാണ്. ബാക്കിയൊക്കെ അതിന് ഇഷ്ടമുള്ള പോലെയാണ് അത് ഫ്ലവർ ഇടുക. നല്ലൊരു വെറൈറ്റി ആണല്ലേ അത്? ഇത് നന്നായിട്ട് ഫ്ലവർ ഇടും ചെയ്യും. മൊത്തത്തിൽ കാണുമ്പോൾ ഒരു വെറൈറ്റി ആണ് എന്നിട്ടാന്ന് തോന്നുന്നു ആൾക്കാർക്ക്. അങ്ങനത്തെ ഒരു ഫ്ലവർ ആണത്. റെഡ് സെപ്റ്റംബർ. ഇലയമ പച്ചയും യെല്ലോ ആയിട്ടുള്ള ടോണും, ഫ്ലവർ ഒരു റെഡിഷ് പിങ്കും ലൈറ്റ് പിങ്കും ആയിട്ടുള്ള മിക്സ് ആയിട്ടുള്ള പോലെ ഒരു ഫ്ലവറും. ഫ്ലവർ ഇല്ലെങ്കിൽ പോലും ഇല തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ? ഇല മാത്രം വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഫ്ലവർ ഉള്ളതുകൊണ്ട് ഒന്നുകൂടി ഭംഗി കൂടും. ഫ്ലവർ നിറച്ച് ഫ്ലവറും കൂടെ ആകുമ്പോഴത്തേനും വേറെ ലെവലായി. ഇത് ഇപ്പൊ മുട്ടാണ്, മൊത്തം വിരിഞ്ഞു വരുന്നേ ഉള്ളൂ. വിരിയുമ്പോ ഫുള്ളായിട്ട് നല്ല പൂക്കോടെ പോലെ ഇരിക്കും. നല്ല ഫ്ലവർ ആയിട്ടിരിക്കും. ഇത് എക്സാക്ട്ലി നമുക്ക് പേരറിയില്ല. ലീഫ് ഒരു സിൽവറും വൈറ്റിഷും വരുന്ന ലീഫും ഒരു പിങ്ക് ബട്ടർഫ്ലൈ പോലെ വരുന്ന ഒരു ഫ്ലവറാണ് ഇതിനുള്ളത്. അതായത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാടൻ്റെ
തൈമ ചില്ലേമ്പിലാണ് ചെയ്യണത്. ഇപ്പൊ ഇതിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഈ റേഞ്ചിലാണ് ചെയ്തിട്ടുള്ളത്. ഇതുമ്മ ചെയ്ത് സെറ്റായിട്ട് ചെടി അത്യാവശ്യം പുഷാവണ വരെ ചെറിയൊരു ഇങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ആ സപ്പോർട്ടിൽ ചെടി അത്യാവശ്യം പുഷായി അടിയിലത്തെ മെയിൻ പ്ലാന്റ് ആയിട്ട് ഒന്നുകൂടി സെറ്റായി മെർജായി സ്ട്രോങ് ആയി കഴിഞ്ഞിട്ട് മാത്രമേ ഇത് ഊരുള്ളൂ. ഊരിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അത് കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഇത് സ്ട്രോങ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മള് പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇത് ശരിയായിട്ടില്ലെങ്കിൽ ഒടിഞ്ഞു വീഴും. അപ്പൊ ഈ സപ്പോർട്ടും കൂടി ഉള്ളതുകൊണ്ട് അത്യാവശ്യം പേടിക്കേണ്ട രീതിയിൽ അതവിടെ സ്ട്രോങ് ആയി ഭംഗിയായിട്ട് ശരിയായിട്ട് വരും. നമ്മളിത് വീക്ക് ഗ്രാഫ്റ്റ് ചെയ്യുന്നു. ഈ ഗ്രാഫ്റ്റ് ആണ് ചെയ്യണത്. തൊലിപ്പുറത്ത് ചെയ്യുന്ന മറ്റേ ഉണ്ടയായിട്ട് വരുന്ന ആ ഒരു ഗ്രാഫ്റ്റ് അങ്ങനെയല്ല. നമ്മള് അത് ചെയ്യുന്നത് സുഖമുള്ള പരിപാടിയാണ്. പെട്ടെന്ന് എല്ലാം കിട്ടും ചെയ്യും. പക്ഷെ കൊണ്ടുപോകുന്ന ആൾക്കാര് ശരിക്കും നോക്കിയില്ലെങ്കിൽ അത് ഒടിഞ്ഞു പോകും. അതായത് തൊലിമ ചെയ്യുന്നതായതുകൊണ്ട് മുകളിൽ വെയിറ്റ് കൂടി വന്ന് ഒടിഞ്ഞു പോയിട്ടുള്ള പല സംഗതികളും ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ ആൾക്കാരനെ കുറെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ചെയ്യാൻ എളുപ്പം അതാണ്, പെട്ടെന്ന് പിടിച്ചു കിട്ടും ചെയ്യും. ഇത് കുറച്ചുകൂടി പാടുള്ള പരിപാടിയാണ്. പക്ഷെ പിടിച്ചു കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോകത്തില്ല. എക്സ്ട്രാ നമ്മള് വല്ലാണ്ട് കെയർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അത്യാവശ്യം സെറ്റ് ആയിട്ടുള്ള ചെടികൾ മാത്രമേ നമ്മളവിടെ കൊടുക്കണുള്ളൂ. നമ്മുടെ അവിടെ ഓർഡർ പറഞ്ഞിട്ടുള്ള ചെടികളാണ്, നേഴ്സറിക്കാർക്ക് ഓർഡർ പറഞ്ഞിട്ടുള്ള ചെടികളാണ്. നാടനും നോർമൽ ഹൈബ്രിഡുകളും ആൾക്കാർക്ക് പറഞ്ഞു വെച്ചിട്ടുള്ള ഓർഡർ അനുസരിച്ച് നമ്മളിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള വണ്ടി വരുമ്പോ നേരെ എണ്ണ എടുത്ത് കയറ്റി വിടുന്ന പരിപാടിയാണ്. കവറും ഉണ്ട്, ചട്ടികളും ഉണ്ട്. കവർ വരുന്നത് നാടൻ മാത്രമേ അതോ നാടനും വരുന്നുണ്ട്, നോർമൽ ഹൈബ്രിഡുകളും വരുന്നുണ്ട്. ഈ അദർണ പോലെയുള്ള ആ നല്ല ഹൈബ്രിഡുകളൊന്നും ഉണ്ടാവില്ല. അത് നമ്മള് നേരെ ചട്ടിയിലാണ് ഉണ്ടാവുക, ചട്ടിയിലാണ് ഉണ്ടാവുക. ഇതിപ്പോ നാടനും ഹൈബ്രിഡും നോർമൽ ഹൈബ്രിഡും കവറിൽ വരും. അതന്നെ 6 ഇഞ്ച് ചട്ടിയിലും ഉണ്ടാവും, 7 ഇഞ്ച് ചട്ടിയിലും ഉണ്ടാവും, 10 ഇഞ്ച് ചട്ടിയിലും ഉണ്ടാവും. ഏറ്റവും ചെറുത് തൊട്ട് ഏറ്റവും വലുത് വരെ ഉണ്ടാവും. ഇപ്പൊ വീട്ടില് പെട്ടെന്ന് പുതിയ വീട് പണിയുന്നവർക്ക് ഡയറക്റ്റ് വെക്കാൻ അങ്ങനത്തെ ചെടികളുണ്ട്. അല്ല ചെറിയ പൂന്തോട്ടം പോലെ സെറ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ അങ്ങനത്തെ ചെടികളുണ്ട്. അപ്പോൾ ഈ റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ആ പ്ലാന്റുകളൊക്കെ മദർ പ്ലാന്റുകളാണ്. ഇവിടെ ഇരിക്കുന്ന പ്ലാന്റുകളൊക്കെ മഴയത്ത് ചെയ്യുന്ന പ്ലാന്റുകളാണ്. അങ്ങനെ പെട്ടെന്ന് നാശമായി പോകുന്നില്ല. അപ്പം അതിൽ നിന്നൊക്കെ നല്ല ആവശ്യമുള്ള പ്ലാന്റുകൾ നോക്കിയിട്ട് സെയിലുണ്ട്. എല്ലാം സെയിലുണ്ടാവില്ല, നമ്മളതിൽ കൂടുതലുള്ള സെലക്റ്റീവ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ സെയിലുണ്ടാവുള്ളൂ. ഗാർഡൻ സെറ്റ് ചെയ്യുന്നവർക്കൊക്കെ വേണേൽ വലിയ പ്ലാന്റ് വേണമെങ്കിൽ നമുക്ക് ഉണ്ട് അറേഞ്ച് ചെയ്യാനും പറ്റൂല ചിലത് നോക്കിയിട്ട്. ബോഗൻവില്ലയുടെ ഏകദേശം എല്ലാ സൈസിലുള്ള പ്ലാന്റുകളും നമ്മുടെ ഉണ്ട്. ഇവിടെ എല്ലാം ഹൈബ്രിഡ് വെറൈറ്റിയും ഉണ്ടല്ലേ ഇതിന്റെ ഇടയ്ക്ക്? നാടനാണോ? നോർമൽ ഹൈബ്രിഡ് അല്ലേ? ഈ പുതിയ വെറൈറ്റികൾ വേനകൾ മുമ്പ് ഉണ്ടായിരുന്ന ഹൈബ്രിഡുകളുണ്ട്. ആ ഹൈബ്രിഡുകൾ അതിന്റെ ഒരു 1-2 പേര് പറയാൻ പറ്റുവാണെങ്കിൽ അതൊക്കെ ആയിരിക്കും. അതിപ്പോ നമ്മള് കൊടുക്കണത് താഴി ലൈറ്റ് ഉണ്ട്, ഒറിജിനൽ തിന്മയുണ്ട്, പിന്നെ റെഡ് ഗ്ലോ, ഓറഞ്ച് ഗ്ലോ, പിന്നെ ഈ പർപ്പിളുകളിൽ തന്നെ പർപ്പിൾ ട്വിസ്റ്റർ, പിന്നെ മിനിയേച്ചർ പർപ്പിള്, പിന്നെ പണ്ടത്തെ ഫസ്റ്റത്തെ പർപ്പിള്, പിന്നെ ജ്വല്ല് വെറൈറ്റികൾ, പിന്നെ മറ്റേ റാവു, റാസ്ബെറി ഐസ്, പിന്നെ മൊണാലിസ റെഡ്. അങ്ങനെ ഏകദേശം ഒരു 30-ന് താഴെ 25-നും മുകളിലായിട്ടുള്ള ഒരു വെറൈറ്റികൾ സെറ്റ് ഉണ്ട്. സൈസുകളാണല്ലേ? കവർ സൈസിലിരിക്കുന്ന ഹൈബ്രിഡുകളാണ്. ഇതില് മറ്റേ ചില്ലി വെറൈറ്റീസും അടർണ, അർജുന, മഹാറാണി എന്നുള്ള ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ ചട്ടിയിൽ തന്നെ ഉണ്ടാവുള്ളൂ. ഇത് നോർമലിന്ന് വെരിഗേഷൻ വന്നിട്ടുള്ള ടൈപ്പ് ഹൈബ്രിഡുകളാണ് ഈ കവറിലുള്ളത്. പിന്നെ ഈ സൈഡിലിരിക്കുന്നത് ചട്ടികൾ നാടൻ ചട്ടികളാണ്. നാടനിൽ ഏകദേശം ഒരു 18-ന് താഴെ 12-ന് മുകളിലായിട്ടുള്ള വെറൈറ്റികൾ ഉണ്ടാവും. വെറൈറ്റികൾ എന്ന് പറയുമ്പോൾ കളർ ചേഞ്ചുകളാണ്. അതിൽ മഹാറ ഉണ്ടാവും, പിന്നെ വൈറ്റ്, പിങ്ക്, അത് നമ്മുടെ നോർമൽ വൈറ്റ് ആണല്ലേ? പിന്നെ അതാ ഈ മഹാറ, അത് മഹാറയുടെ തന്നെ പിങ്ക് ഉണ്ട്, ഡാർക്ക് പിങ്ക് ഉണ്ട്, ഡബിൾ കളർ പിങ്ക് ഉണ്ട്, പിന്നെ ഈ യെല്ലോയും ഉണ്ട്. പിന്നെ ചിത്ര വെറൈറ്റികൾ വരുന്നുണ്ട്. അതൊക്കെ ഈ നാടൻ വെറൈറ്റികൾ വരും തന്നെയാണ്. ഇപ്പം പുതിയ പുതിയ വെറൈറ്റികൾ വന്നാലും നാടൻ കളക്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടല്ലേ, അറിയാവുന്നവര്? അതായത് നാടൻ ചെടിയാണെങ്കിൽ കൂടി ഇപ്പം അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം സൈസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാത്തിനും നല്ല ഭംഗിയാണ്. അതാണ് നാടനാണല്ലേ ആ സൈഡ് വഴിക്ക് നിൽക്കുന്നത്. ഹൈബ്രിഡിനും ഭംഗിയുണ്ട്, നാടന് വേറെ ഭംഗിയുണ്ട്. അതാണ്
ചിലപ്പോ ഒരു ഫ്ലവർ ആ, അതാണ്. 2 ഫ്ലവർ എന്നുള്ള രീതിയിൽ. നല്ല വെയിൽ കിട്ടിയാൽ നന്നായിട്ട്. ആ, അതായത് ഇതിന് ഫ്ലവർ ഇടാൻ വേണ്ട വെയിലാണ്. പിന്നെ ആൾക്കാർ ചോദിച്ചു വരാറുണ്ട്, ഓൾ ടൈം ബോഗൻവില്ല, ഫുൾ സീസണിൽ ഫ്ലവർ ഇടുന്ന ബോഗൻവില്ല എന്ന് ചോദിച്ചു വരാറുണ്ട്. ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ആരും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? പറഞ്ഞ് ആൾക്കാർ ചോദിച്ചു വരും. ഓരോരുത്തരുടെ ആഗ്രഹമായിരിക്കും. ആ, അതായത് അതുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സുഖമല്ലേ. ഞങ്ങൾക്കിപ്പോ സീസണിലാണ് കച്ചവടം. അതന്നെ. പിന്നെ സീസൺ കഴിഞ്ഞാൽ മഴ കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇല്ലല്ലോ. ഇല്ല. പിന്നെ ഞങ്ങൾ ചെടി ഉണ്ടാക്കാനുള്ള അടുത്ത സീസണിലേക്കുള്ള പണികളാണ്. ഞങ്ങൾ കണ്ടിട്ടില്ല. ഉണ്ടാവുമെന്ന് വിചാരിക്കുക. ഉണ്ടെങ്കിൽ ഞങ്ങള് സെയിലിനിടാം അടുത്ത പ്രാവശ്യം. ഓക്കെ. വയലിൽ നിന്ന് കുറേ ചെടികളൊക്കെ നമ്മൾ കൊടുക്കാവുന്നതുണ്ടല്ലേ, മദർ പ്ലാന്റുകൾ? ആ, ഏകദേശം നമ്മൾ വെറൈറ്റികൾ നോക്കിയിട്ടാണ് കൊടുക്കുക. പിന്നെ റേറ്റ് ഒക്കെ തണ്ടിന്റെ കനവും വെറൈറ്റി നോക്കിയിട്ടാണ് റേറ്റ് പറയുകയാണ്. വേണ്ട, ഡബിൾ കളറാണ്. ഭംഗിയുണ്ടല്ലേ ചിത്ര? ആ, ചിത്ര ഭംഗിയുണ്ട്. വലിയ ഇലയുള്ള ചെടികൾക്ക് വലിപ്പം കൂടും. ഓക്കെ. ജ്വലിന്റെ വെരിഗേഷൻ ലീഫ് തന്നെ വെറൈറ്റിയാണ്. ഇതും ഫ്ലവർ ഇല്ലെങ്കിലും ഇലയുടെ കളർ വെച്ചിട്ട് പിടിച്ചു നിൽക്കും. പിന്നെ ഇതുണ്ട്, ഇത് ഡബിൾ കളർ ഫ്ലവർ ആണ്. ശരിക്കും ഫസ്റ്റ് പിങ്ക് കളർ വന്നിട്ട് വൈറ്റ് വന്നിട്ട് പിങ്ക് കളർ കയറി ഫുള്ള് പിങ്ക് ആവാണ് ചെയ്യാം. അതിലും കുറച്ച് മാറ്റം വന്നു. അതിലും മാറ്റം വന്നിട്ടുണ്ട്. വലിയ പൂവായി. ഇത്ര ഇല്ലല്ലോ. ഇത് വലിയ പൂവാണ്. ആണോ? അതിന് അല്ല, സാധാരണ ട്രൈ കളർ ഇത്രയും വലിപ്പം വരാറില്ലല്ലോ. അല്ല, ഇതിന്റെ ചെടി ഫ്ലവർ നല്ല വലിപ്പമുള്ള ചെടിയാണ്. അതല്ലേ. ഇല വരുമ്പോ മഞ്ഞ കളറാണ് വരിക. മറ്റേ അപ്പുറം കണ്ട ട്രൈ കളറിന് വ്യത്യാസം ഏതാ ഇല നോക്കി കഴിഞ്ഞാൽ ആ ഇലയുടെ ഷേപ്പാണ് മൊത്തത്തിൽ വരുന്നത്. സൈഡ് ഒരു ചുരുളി ചെയ്യണ്ടല്ലേ. അതാണ് ഇതിന്റെ പ്രത്യേകത. മൊണാലിസ.